ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐശ്വര്യയുടെ അമ്മയച്ഛനൊക്കെ സഹോദരങ്ങള് അവരെയൊക്കെ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? അവരൊക്കെ എവിടാ? എന്റെ അച്ഛൻ അങ്ങ് ഓസ്ട്രേലിയയില. ഓ, ഇനി എന്ത് കേൾക്കാൻ നിൽക്ക നിങ്ങൾ അച്ഛനും മോളും? തികച്ചു കിട്ടിയില്ലേ അനീതിയുടെ കയ്യിൽ നിന്ന്? ഇനിയെങ്കിലും ഇവിടെ നിന്ന് വരാമോ? കുഞ്ഞുമോളും അളിയനൊക്കെ ചെവിന്ന് ഉള്ളിക്കോ. എന്റെ മോള് കണ്ണു നിറഞ്ഞ അവളെ വീട്ടിൽ നിന്ന് ഇപ്പൊ പോകുന്നേ. അമ്മയുടെയും മോന്റെയും അഹങ്കാരം തീരാൻ പോകുന്നതേ ഈ നിൽക്കുന്നത് എന്റെ മരുമോളിൽ കൂടിയായിരിക്കും. നിങ്ങളെ ഞാൻ ഈ പറയുന്നത് നീ എഴുതി വെച്ചോ. നല്ല കാരമുള്ളുകൊണ്ട് എന്റെ ഈ ചങ്കില് ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. വാടി വാടി. ഒരു കാര്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. ആ പണി നടക്കട്ടെ, ഞാനിപ്പോ വരാം. ആ മോനെ, എങ്ങനെയുണ്ട് ദാസേട്ടാ താമസ സൗകര്യൊക്കെ? ഒരു കുറവുമില്ല. നല്ല സ്ഥലം, നല്ല ആൾക്കാര്. ഇനിയിപ്പോ ഇവിടുന്ന് പോകുമ്പോഴാ സങ്കടം. അതിന് ദാസേനോട് പോവാൻ ആരാ പറഞ്ഞേ? ദാസേനായിട്ട് പോകുന്നല്ലാതെ ഞാനൊരിക്കലും പോകാൻ പറയില്ല. ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? അന്ന് ആശുപത്രിയിൽ വന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങള് പരിചയപ്പെട്ടിരുന്നു. അല്ല, ചിന്നു എന്നല്ലേ പേര്? അതെ. പിന്നെ ചിന്നു, ദാ ഇതാണ് മഹിയുടെ വിശാലമായ സാമ്രാജ്യം. കണ്ടോ, ഇതാണ് ചീരത്തോട്ടം. അത് താൻ പറയണ്ട, കണ്ണുള്ള ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇത് ചീരത്തോട്ടമാണെന്ന്. അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെയും പരിപാടി തുടങ്ങിയോ? പിന്നെ ഇതാണ് ചീരത്തോട്ടം എന്ന് പറയാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് കണ്ട അറിഞ്ഞൂടെ? അല്ല, ദാസേട്ട ഇതായിട്ടൊന്നും കരുതണ്ട. ബുദ്ധിക്കൊരു 10 വയസ്സ് കുറവുള്ള ആളാ. എന്നോട് ഭയങ്കര സ്നേഹാട്ടോ. പക്ഷേ മിക്കപ്പോഴും വന്ന് അവസാനിക്കുന്നത് അടിയിലായിരിക്കും. സാറപ്പോ വന്നു. ഇതേ ഇപ്പൊ വന്നോളൂ. ആ, എങ്ങനെയുണ്ട് ഗോപാലേട്ടാ ഇത്തവണ? ചീര കൃഷി കുഴപ്പമില്ല. വാഴക്കൃഷിയും മരിച്ചിനി അടുത്ത മാസം പരുവോ. നല്ല വളക്കൂറുള്ള മണ്ണ. എന്തേലും വെച്ച് പിടിപ്പിച്ച വേഗത്തിലെ അവലം കാണുന്നേ. എന്നാ ജോലി എടുക്കട്ടെ. ശരി സാർ. അല്ല, താനെന്താ പുള്ളിക്കാരനെ സ്കൂളിൽ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, സാറേന്നൊക്കെ വിളിക്കുന്നു. ഒരു സാറേ? അതെ, തനിക്കില്ലാത്തൊന്ന്
ആ പുള്ളിക്കുണ്ട്. എന്ത്? റെസ്പെക്ട്. ഓ, അതിന്റെ അർത്ഥം അറിയില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ മിണ്ടാതിരിക്കും. ഉം. താ. എന്ത്? താ. എന്ത്? ഉം. ഉം. ദാ. അല്ല എന്താ പിന്നെ ഇത്? ഇഡ്ഡലിയും സാമ്പാറോ? ചന്ദ്രാമ തന്നോട്ടതാ. ഓ ചെല്ലേ, പോയി കഴിക്കുക. അല്ല നിങ്ങൾ കഴിച്ചാണോ? ഓ, കഴിച്ചിട്ടാ വന്നേ. കം ടു ദ പോയിന്റ്. ഉം. ഞാൻ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞിരുന്നെങ്കിൽ കുട്ടിയും വിളിച്ചെന്നെ സാറേന്ന്. അറിയാനെന്തിരിക്കുന്നു? ഒരു ഡ്രൈവർക്ക് കൊടുക്കാനുള്ള റെസ്പെക്ട് ഒക്കെ ഞാൻ തരുന്നുണ്ട്. ഡ്രൈവർമാരോട് എന്താ ഇത്ര പുച്ഛം? ഡ്രൈവർമാരോട് ബഹുമാനേ ഉള്ളൂ. ഈ ഡ്രൈവറോട് മാത്രമാ പുച്ഛം. ഓ, എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ചിന്നുവിന്റെ ജീവൻ പോലും ഈ ഡ്രൈവർ പിടിക്കുന്ന വളയത്തിലാ. അത് മറക്കണ്ട. മറക്കുന്നില്ല. എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് തോന്നിയാ കാറിന്ന് അപ്പം ഞാൻ എടുത്ത് ചാടും. എനിക്ക് എന്റെ ജീവൻ വില പിടിച്ചതാ. അപ്പൊ എന്റെ തന്റെ ആർക്ക് വേണം? ഇവള് മെരുങ്ങാത്ത കുതിരയാണ്. കടിഞ്ഞാണിട്ട് മെരുക്കിയെടുക്കണം. കണ്ട കോളിന് സമയെടുക്കും. എന്നാലും ഈ മഹി മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ വയ്ക്കും. സാറേ, മുന്നോട്ട് കാല് വെക്കണോ? അവിടെ ചാണക. ഹോ, ഭാഗ്യം. പറഞ്ഞില്ലായിരുന്നു ഈ ചാണകത്തിൽ കാല് വെച്ചനെ. നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം ഉടനെ നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മോൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഏയ് ഇല്ലമ്മേ, എല്ലാം അർജുൻ സാറിന്റെ അമ്മ തീരുമാനിക്കുന്ന പോലെ തന്നെയാ. അല്ല അതിപ്പം ഐശ്വര്യയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഐശ്വര്യയുടെ അമ്മയോടും അച്ഛനോടും അല്ലേ ചോദിക്കേണ്ടത്? ഇവര് പരസ്പരം സ്നേഹിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടു നടപ്പ് പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. ഐശ്വര്യയുടെ അമ്മയച്ഛനൊക്കെ സഹോദരങ്ങള് അവരെയൊക്കെ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? അവരൊക്കെ എവിടാ? എന്റെ അച്ഛൻ അങ്ങ് ഓസ്ട്രേലിയയില്ല. ഓ, പിന്നെ അമ്മ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോ അച്ഛനോടൊപ്പം ഓസ്ട്രേലിയയിൽ തന്നെയാ. അപ്പോ മോളൊരു കാര്യം ചെയ്യ്, അവരോട് നാട്ടിലേക്കൊന്ന് വരാൻ പറ. നിങ്ങളുടെ വിവാഹകാര്യം ഞങ്ങള് കാരണവന്മാരെല്ലാരും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലേ?